എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് അതുപോലെ ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആബിദ് എന്നാണ് പേര്. അപ്പോൾ ആബിദ് വളരെ ഉന്മേഷഭരിതനായിട്ടൊക്കെ ഇരിക്കുകയാണ്, നമ്മുടെ ആബിദിന്റെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്, ഒപ്പം നമ്മളും അല്ലേ കേൾക്കാനായിട്ട്. അപ്പോൾ ഏതായാലും ആബിദിനെ നമുക്ക് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ആബിദ്. ഹലോ സാർ. എന്തൊക്കെയുണ്ട് ആബിദിന്റെ വിശേഷം? കുഴപ്പമില്ല. നന്നായി പോന്നു. ആ, എങ്ങനെയുണ്ടായിരുന്നു? പുതുവർഷമൊക്കെ തുടങ്ങിയതല്ലേ? നല്ലോണം പോകുന്നു. നല്ലോണം പോകുന്നു. എന്താ പുതുവർഷമാണോ നല്ലോണം പോകുന്നത്, അത് ആബിദാണോ നല്ലോണം പോകുന്നത്? രണ്ടും അടിപൊളിയായിട്ട് പോവാണോ? ഓക്കെ. ആബിദ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ജെയിംസ് ബൊറോവിയ കോൺവെന്റ് സ്കൂൾ. ഓ, വലിയ പേരാണല്ലോ. അതെവിടെയാണ്? പെരുമണാണ് പഠിക്കുന്നത് അല്ലേ? വീടിന്റെ അടുത്ത് തന്നെയാണോ സ്കൂള്? ആ. സ്കൂളൊക്കെ എങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ആ. സ്കൂളാണോ അടിപൊളിയായിട്ട് പോകുന്നത്, ആബിദാണോ അടിപൊളിയായിട്ട് പോകുന്നത്? രണ്ടും അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലേ? എങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെയാണ്? മിടുക്കനാണോ? ആബിദ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th പഠിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നല്ലോണം പോകുന്നു. എല്ലാം നല്ലോണം പൊക്കോണ്ടിരിക്കുക അല്ലേ? പുതുവർഷവും നല്ലോണം പൊക്കോണ്ടിരിക്കുകയാണ്, ആബിദ് നല്ലോണം പൊക്കോണ്ടിരിക്കുകയാണ്, പഠിത്തം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? വെരി ഗുഡ്, നല്ല കാര്യമാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛൻ, അമ്മ, ഞാൻ, ചേട്ടൻ. അച്ഛൻ, അമ്മ, ഞാൻ, ചേട്ടൻ. ഞാനെന്ന് ഉദ്ദേശിച്ച് ആബിദാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്നു? +1 പഠിക്കുന്നു. +1 പഠിക്കുന്നു അല്ല? അമ്മ, അച്ഛൻ അവരൊക്കെ വർക്ക് ചെയ്യാണോ? ആ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അമ്മ കണ്ടക്ടറായിട്ട് KSRTC. ആഹാ. അച്ഛൻ സപ്ലൈക്കോ അല്ലേ? പിന്നെ അപ്പൊ അച്ഛനും അമ്മയും രാവിലെ പോവും, ജോലിക്കൊക്കെ രാവിലെ പോവും അല്ലേ? നിങ്ങൾ രാവിലെ സ്കൂളിൽ എത്ര മണിക്ക് പോവും? പള്ളിയിൽ പോകുന്നുണ്ട്, അന്നേരം ചിലപ്പോ താമസിക്കും സ്കൂളിൽ പോകാനായിട്ട്. ഓക്കെ. എന്നാലും എത്ര മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കുന്നത്? 9 മണിക്ക് ബെല്ലടിക്കും അല്ലേ? ആബിദ് എത്ര മണിക്ക് ചെല്ലും ക്ലാസ്സിൽ? ഞാനൊരു 40. 40? 9:40. ഓക്കെ. ഞാൻ 40 പറഞ്ഞപ്പോൾ ദൈവം പിന്നെ അങ്ങനൊരു ടൈമിംഗ് ഒക്കെ ഉണ്ടോ? അതിന് പുതിയ ക്ലോക്കൊക്കെ 2026 വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. അപ്പോൾ 9:40 സ്കൂളിൽ ചെല്ലും, 9:00 ബെല്ലടിക്കും. ഓക്കെ. അപ്പൊ ടീച്ചർമാർ വഴക്ക് പറയത്തില്ലേ? വഴക്ക് പറയും. അയ്യോടാ, അപ്പൊ ദിവസേന വഴക്ക് കേൾക്കുകയാണോ? ഇല്ല, ചിലപ്പോഴേ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നേരത്തെ ചെല്ലും അല്ലേ? പിന്നെ പഠിക്കാനൊക്കെ മിടുക്കനായതുകൊണ്ട്, ക്ലാസ്സിലൊക്കെ നല്ല സ്മാർട്ട് ആയതുകൊണ്ട് പിന്നെ സാർമാരൊന്നും വഴക്ക് പറയത്തില്ല അല്ലേ? ഓക്കെ. വെരി ഗുഡ്. നല്ല കാര്യം. പിന്നെ എങ്ങനെ ചേട്ടനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? ചേട്ടനായിട്ടൊക്കെ എങ്ങനെയാണ്? അടിയൊക്കെ കൂടാറുണ്ടോ? ഇല്ല, നേരത്തെ കൂടുമായിരുന്നു. ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണോ? അതെന്താ 2026 ആയതുകൊണ്ടാണോ? അതോ ഇനി പുതുവർഷമൊക്കെ ആയില്ല, ഇനി അടിയൊന്നും വേണ്ട, തൽക്കാലം ഒഴിവാക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ആരാണ് മുമ്പേ അടി ഉണ്ടാക്കുന്നത്? ചിലപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് അടി ഉണ്ടാക്കുവാന്നോ? ആരെങ്കിലും ഒരാളല്ലേ ആദ്യം അടി ഉണ്ടാക്കുന്നത്? അതിലാദ്യം ആരാണ് അടി ഉണ്ടാക്കുന്നത്? ഞാൻ അല്ലെങ്കിൽ ചേട്ടൻ. അടി എന്ത് കാര്യത്തിൽ നിങ്ങൾ അടി ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട അല്ലേ? അങ്ങനെ അങ്ങോട്ട് ഇടിക്കൂ അതെ ഇങ്ങോട്ട് ഇടിക്കൂ? ആദ്യം ഞാൻ അങ്ങോട്ട് പോയി ഇടിക്കും. ചുമ്മാതല്ല. അപ്പൊ അനിയ ചെന്ന് ചേട്ടനെ കൊടുക്കും ആദ്യം അല്ലേ? ചേട്ടൻ എന്റെ പഞ്ചിന് തിരിച്ച് ഇങ്ങോട്ട് തരും. ഓക്കെ. അന്നേരം ഉമ്മയും വാപ്പയും ഇടപെടും അല്ലേ? ഇല്ല, അവരിടപെടത്തില്ല. അതെന്താ? അവരില്ലല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആദ്യം വീട്ടിൽ വരുന്ന ആരാണ്? ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വരും, എന്നിട്ട് ട്യൂഷന് പോകും. ചേട്ടന് നൈറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ. അപ്പൊ ഇതിവിടെ ഇടികൂടാനുള്ള സമയം ഇല്ലല്ലോ? നേരത്തെ ഇടി കൂടുമായിരുന്നു. നേരത്തെ സമയം ഉള്ളപ്പോ ഇടി കൂടുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇടി ഉള്ളത് കൊണ്ടാണ് ഈ ട്യൂഷനും ഇതൊക്കെ അങ്ങ് നീട്ടി വെച്ചത് അല്ലേ? അതാണ് എന്റെ കാര്യം. അല്ലെങ്കിൽ രണ്ടുകൂടി ഇടുന്നാശം വെള്ളപ്പൊക്കം ആവും അല്ലേ? അതുപോട്ടെ. സ്കൂളിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആരവും പിന്നെ ആരവും അല്ലേ? 2 ആരവുണ്ടോ അതോ ഒരാരവേ ഉള്ളോ? അല്ല, വേറൊരുവനുണ്ട്. ഒരുപാട് ആരവുണ്ടോ? 2 പേരുണ്ട്. 2 ആരവുണ്ട്. അതിപ്പോ കൺഫ്യൂഷൻ ആയില്ലേ? അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടാ അറിയാമല്ലോ. ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആയത്? എനിക്ക് വല്ല കുഴപ്പവും വരുമ്പോ അവൻ കാണും. നേരത്തെ ഒരുവൻ ഉണ്ടായിരുന്നു, അവൻ സ്കൂളിൽ നിന്ന് മാറിപ്പോയി. അന്നേരം അവനായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഓ, അതാണ് നമ്മുടെ ആബിദിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓടി സഹായിക്കാൻ വരുന്ന ഒരു ഫ്രണ്ട് ആയിരുന്നു. ആരായിരുന്നു? നവീൻ അല്ലേ? നവീൻ പോയി. അപ്പം നവീൻ പോയതിനു ശേഷമാണ് പിന്നെ നമ്മുടെ പുതിയ ഫ്രണ്ടിനെ കിട്ടിയത്. അപ്പൊ പുതിയ ഫ്രണ്ട് ആ ദൗത്യം ഏറ്റെടുത്തു. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ആശ്വാസം ഇല്ലേ? ആശ്വാസം. എന്തായാലും നമുക്ക് അവൻ പോയില്ലെങ്കിലും അടുത്തൊരാൾ വന്നല്ലോ
അല്ലേ? അപ്പൊ ഭയങ്കര സന്തോഷമുണ്ടല്ലേ, ഒരു ആത്മാർത്ഥി. അല്ല, എന്ത് കുഴപ്പമാണ് ഇപ്പോ വരാനിരിക്കുന്നത്? വല്ലവരും എന്തുവാ, ഞാൻ ക്വസ്റ്റ്യന്റെ ആൻസർ പറയും, ആ അന്നേരം അവര് തെറ്റ് ആൻസറാ പറയുന്നത്. ആ ഞാൻ അന്നേരം അത് പറഞ്ഞു കൊടുക്കുമ്പോ അവര് എന്നോട് വരും. ഓ, മറ്റുള്ളവർ അടിക്കാൻ വരും അല്ലേ? അവൻ എന്തിനാ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരം മറ്റേ പുള്ളി ഇടപെടും. ആ, അങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അവൻ. ആ ആ, ഇത് ബെസ്റ്റ് ഫ്രണ്ട് കേൾക്കും. ആ ആ, ബെസ്റ്റ് ഫ്രണ്ട് അല്ല, സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാരും കേൾക്കും. ആ അന്നേരം അവനെ ടീച്ചേഴ്സ് അടിക്കത്തില്ലയോ ഇടിക്കാൻ പറ്റുന്നവരെ? ഇല്ല. ഇല്ല. ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആരാണോ? അത് ചോദിച്ച കുഴയും. ഗോപിക മിസ്. ആ, അല്ല, കുഴഞ്ഞില്ല. ഗോപിക മിസ് അല്ലേ? ഗോപിക മിസ് ആണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ. എന്ത് പഠിപ്പിക്കുന്നേ? സോഷ്യൽ. സോഷ്യൽ. ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണ്? പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വിഷയം? മാത്സും സോഷ്യലും. മാത്സും സോഷ്യലും ആണ് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയം അല്ലേ? പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ടോ? ഇനിയിപ്പം ഫൈനൽ എക്സാം ഒക്കെ ആയല്ലോ. ഇപ്പൊ എത്രയാകുമ്പോൾ പഠിക്കുന്നത്? 5-ൽ. 5-ൽ. ഇനിയിപ്പോൾ 6-ലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണോ അല്ലേ? ആ, ഇനിയിപ്പോൾ 6-ലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. ഓക്കെ. അപ്പം പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിക്കുന്ന സമയം എപ്പോഴാണ്? അച്ഛനും വാപ്പയും ഉമ്മയും ചേട്ടനും അനിയനും എല്ലാവരും ഒരുമിക്കുന്ന സമയം എപ്പോഴാണ് നിങ്ങൾ? അമ്മ ചില ദിവസം കാണും. ഇപ്പൊ പോയി, ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയി. ഓ, ഇപ്പൊ ഇവിടെ ഇല്ല? ഇല്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ വീട്ടിലില്ല, വേറെ ദൂര സ്ഥലത്തോട്ട് മാറി അല്ലേ? ഇനി നാളെ രാത്രി വരും. ഓ, അങ്ങനെയാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉമ്മ ഇല്ല. ഇല്ല. ആ, പുറത്ത് ജോലിയാണ്. അപ്പൊ വാപ്പ മാത്രമേ ഉള്ളൂ? വാപ്പ ചിലപ്പോ ബില്ലടി ഉണ്ടെങ്കിൽ ചിലപ്പോഴേ വരൂ. വാപ്പയും വരത്തില്ല? നേരത്തെ വരൂ, അല്ലെങ്കിൽ ഞാൻ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ആകപ്പാടെ ഒരു ഇത്രയും തത്രപ്പാടിനിടയ്ക്കാണ് നമ്മുടെ മോന്റെ ഒരു ക്ലാസ്സും പഠിത്തവും ഓട്ടവും എല്ലാം അല്ലേ? അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അമ്മൂമ്മ ഉണ്ടാക്കി തരും. അമ്മൂമ്മ അടുത്താണോ താമസിക്കുന്നത്? അമ്മൂമ്മ അടുത്താണ്. അപ്പൊ അമ്മൂമ്മയുടെ ഹെൽപ്പ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. അല്ലെങ്കിൽ രാത്രി അച്ഛൻ വരും, രാവിലെ അച്ഛൻ ഉണ്ടാക്കി തരും ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ഭക്ഷണം ഇഡലി. ഓ, ഇഡലി സാമ്പാറും അങ്ങനെയൊക്കെയാണോ? സ്കൂളില് എങ്ങനെ ചോറ് കൊണ്ടുപോകും അതോ അവിടെ ഉണ്ടോ? അവിടെ ഞങ്ങള് കൊണ്ടുപോകും. അവിടെ സ്കൂളിൽ കൊണ്ടുപോകും അല്ലേ? അപ്പൊ അതൊക്കെ രാവിലെ വെച്ചിരുന്ന അമ്മാമ്മയാണോ? അല്ല, അച്ഛൻ ഉണ്ടാക്കി തരും. അച്ഛന് ആഹാരം ഉണ്ടാക്കാൻ അറിയാമോ? അടിപൊളി. അച്ഛൻ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം, അമ്മ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം? അമ്മ. ആണോ? അച്ഛനെ പാചകം ചെയ്യാൻ അറിയില്ലേ? അറിയാം, ഉണ്ടാക്കിയും തരും. ആ, പിന്നെന്താ വേണം? രണ്ടുപേരും നല്ലോണം ഉണ്ടാക്കും. പാട്ടൊക്കെ പാടൂ? നേരത്തെ പാടുന്നു. എല്ലാം നേരത്തെയാണല്ലോ. അതെന്താ ഈ നേരത്തെ? ഇപ്പൊ ഒരു പാട്ട് പാടിക്കും, ഒരു 4 വരി പാട്ട്. നേരത്തെ പാടിയ പാട്ട് മതി. കൊറേ നാളായി, അറിയത്തില്ല. ഓ, കുറെ നാളെന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പോ? പിന്നെ കഴിഞ്ഞ വർഷം വരെ പാടുമായിരുന്നു. ഈ വർഷം എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണല്ലേ? ഓക്കെ. ഈ വർഷം എന്താ ഈ നിർത്താൻ കാര്യം? എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണല്ലേ? എന്താ കാര്യം? ചുമ്മാ അതൊക്കെ നിർത്തുക? ഇനി വല്ല കോമ്പറ്റീഷനും വരുമ്പോ ഞാൻ പാടി തുടങ്ങാം. അന്നേരം കോമ്പറ്റീഷൻ വന്നിട്ടാണോ പാടി തുടങ്ങുന്നത്? അടിപൊളി. അപ്പൊ കോമ്പറ്റീഷൻ വരുമ്പോൾ പാടും. അപ്പൊ 2 വരി ഒന്ന് പാടിക്കോ. അറിയാവുന്ന 2 വരി പാടിക്കോ. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാട്ട് കേൾക്കാട്ട് കാത്തിരിക്കുകയാണ്. പാട്. ആരിയ നെല്ലിൻ്റെ ഓരോ ഞാറും പോലെ ചാഞ്ചാടും നീ ചരിഞ്ഞാട്, അക്കണമിക്കണ്ണം നേലത്തെ കുഞ്ഞിക്കണ്ടം, കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി, ആയില ചെമ്പില വിരിച്ചിട്ട് എന്നെ കിടത്തിട്ടു പോയതല്ലേ, ആയില ചെമ്പില വിരിച്ചിട്ടു എന്നെ കിടത്തിട്ടു പോയതല്ലേ. ഇതാണോ കൊച്ചു ചെറുതാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞേ? അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടല്ലോ. സൂപ്പറായിട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ ഇനി പാട്ടുകളൊക്കെ പഠിക്കുക. നല്ല നല്ല പാട്ടുകളൊക്കെ പഠിച്ച് നല്ല മിടുക്കനായിട്ട് വരിക കേട്ടോ. അപ്പം കോമ്പറ്റീഷന് വേണ്ടി ഒന്നും കാത്തിരിക്കണ്ട. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി പാട്ടുകാരനായിട്ട് വരാം കേട്ടോ. പിന്നെ വീട്ടില് ചേട്ടൻ എങ്ങനെ പാട്ടൊക്കെ പാടും? ചേട്ടൻ പാട്ട് പാടത്തില്ല, സ്പോർട്സിനോടാ ഇഷ്ടം. ചേട്ടൻ സ്പോർട്സിനോടാ ഇഷ്ടല്ലേ? ഓക്കെ. അനിയൻ ആർട്സിനോടും ആണോ? ഓക്കെ. എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ സങ്കടം വരാറുണ്ടോ? ഇല്ല. എപ്പോഴും ഹാപ്പിയാണോ? ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് എന്ത് പറയുമ്പോഴാ? ഗുഡ് ന്യൂസ് ആകുമ്പോ. അതാണ്. എന്ത് ഗുഡ് ന്യൂസ് ഈയിടയ്ക്ക് കേട്ടത്?
ഈ ഇടയ്ക്ക് അങ്ങനെയൊന്നും കേട്ടില്ല. കേട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യമൊക്കെ സന്തോഷം കുറവാണോ ഈ വർഷം? ഉം ഉം. ഏ? ചെലപ്പം ഇനി വരുമെന്ന് അറിയിച്ചു. ആ, അതാണ് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ഇനി സന്തോഷമൊക്കെ വരും കേട്ടോ. അപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, 2026 കൂടെ തുടങ്ങിയതുള്ളൂ. ഇനി എന്തെല്ലാം ഹാപ്പി ന്യൂസ്. ഞാൻ പറഞ്ഞ ഇഷ്ടംപോലെ ഹാപ്പി ന്യൂസ് വരട്ടെ എന്നാണ് കേട്ടോ. ഇഷ്ടംപോലെ വാരി നിറച്ചിങ്ങനെ അടിപൊളിയാക്കുമ്പോഴുള്ള ഹാപ്പി ന്യൂസ് വരട്ടെ കേട്ടോ. അങ്ങോട്ട് അടിച്ച് പൊളിക്കുക 2026 കേട്ടോ. ഹാപ്പി കൊണ്ട് അങ്ങ് അടിച്ച് പൊളിക്കുക. എനിക്ക് ഹാപ്പി കൊണ്ട് ഇരിക്കാൻ വയ്യെന്ന് പറയല്ലേ, അതുപോലൊരു അവസ്ഥയാവട്ടെ കേട്ടോ. എങ്ങനെ കുരുത്തക്കിടക്കെ ഉണ്ടോ? ആ, ചെറുതായിട്ടുണ്ട്. സ്കൂളിൽ എങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടുകാരുമായിട്ടൊക്കെ ഇടിയൊക്കെ കൂടാറുണ്ടോ? 3ാം ക്ലാസ്സിലെല്ലാം കൂടുമായിരുന്നു, പിന്നെ ഞാൻ നിർത്തി. അതെന്താ മടുത്തിട്ട് നിർത്തിയതാണോ? അല്ല, പിന്നെ ഒരു പുതുമയില്ലാത്തോണ്ട് നിർത്തിയതാണ്. വെറുതെ എന്തിനാ കൂടുന്നതെന്ന് വെച്ച്. ഓ, എനിക്ക് വയ്യ. അതാണ് നമ്മുടെ കുട്ടപ്പൻ പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ ചുമ്മാത വെറുതെ അടികൂട്ടി അല്ലേ, അവരുമായിട്ട് ഇങ്ങനെ അവരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മളങ്ങ് ജീവിച്ചു പോവുക, മറ്റുള്ളവരെ ആരെ ഉപദ്രവിക്കേണ്ട അല്ലേ. നല്ലൊരു അഭിപ്രായമാണത്. ഈ പ്രായത്തിൽ അങ്ങനെ തോന്നിയല്ലോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. എന്തായാലും ഈ ഒരു അഭിപ്രായം കൊല്ലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. പിന്നെ ഈ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കുന്ന എനിക്ക് പൈലറ്റ് ആവാൻ വേണ്ടിട്ടാ. ഓ, എനിക്ക് വയ്യ എൻ്റെ പൊന്നോ, അടിപൊളി. പൈലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ? എന്താണ്? ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആ. എനിക്ക് പൈലറ്റ് ആവണമെന്ന്. പൈലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫൈറ്റർ ജെറ്റ് അല്ലേ ഇല്ലേ, ആ, അത് ഓട്ടിക്കുന്ന പൈലറ്റ്. ഓ, എനിക്ക് ഇതൊരു വല്ലാത്തൊരു ആഗ്രഹമായി പോയല്ലോ കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഫൈറ്റിംഗ് എല്ലാം നിർത്തി വെച്ചിരിക്കുന്നത് അല്ലേ. ഫൈറ്റിങ്ങിൽ നമ്മൾ വലിയൊരു പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം അല്ലേ. ആഗ്രഹമൊക്കെ വീട്ടിലറിയാമോ? വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പെടുത്തിട്ടുണ്ടോ ഇപ്പോഴേ? അങ്ങനെ ആകുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? അത് നല്ല ആ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. കാര്യം നമ്മൾ അങ്ങനെ തന്നെ ആവട്ടെ. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമല്ലേ, ജോലിയല്ലേ അത്. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് ആ ഒരു ഉന്നതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മളെയൊക്കെ ഓർക്കൂ? എങ്ങനാ ഓർക്കുന്നേ? ഞാനൊന്ന് ഇനി വന്ന വർഷം ഞാൻ ഓർക്കും. വന്ന വർഷം ഓർക്കും? എന്ത് വന്ന വർഷം? അറിയത്തില്ല, ഓർക്കും. എന്തായാലും ഓർക്കും. ആരെയാണ് ഓർക്കുന്നത്? എന്താണ് ഓർക്കുന്നത്? ഞാനിങ്ങനെ ആവാൻ കാരണം ഒരാളെ, അദ്ദേഹത്തിനെ ഞാൻ ഓർക്കും. അതാരെയാണ് അദ്ദേഹം? സാർ. ഞാനാണോ പൈലറ്റ് ആകേണ്ടത്? അല്ല, ഞാനിങ്ങനെ റേഡിയോയില് ഞാൻ വരുന്ന പോലെ ഈ വർഷം ആലോചിച്ചില്ല. സൂപ്പർ. അന്നേരം എനിക്ക് ഈ ആഗ്രഹമുള്ള ലോകത്തിനോട് അറിയിച്ച് എനിക്ക് വയ്യ. ഓ, ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു മനസ്സിൽ ഇത്രയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ഇങ്ങോട്ട് ഇറക്കി വിടുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളിലോട്ടൊക്കെ ആഴ്ന്ന് ചിന്തിച്ചു. പക്ഷെ ഞാൻ ഒരു സ്വപ്നം പോലും കണ്ടില്ല ഇങ്ങനെ പറയുമെന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ലോകത്തേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഓർക്കും അല്ലേ. പക്ഷെ ഞാനും ഓർക്കും. പൈലറ്റായി നമ്മളെയൊക്കെ മറന്നു പോവും? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു പൈലറ്റ് ആവട്ടെ. പിന്നെ എന്താ പറയാ, നല്ല രീതിയിൽ പഠിക്കുക. നമ്മള് അതുപോലെ ഇപ്പൊ പാട്ടും നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. പാട്ടുമൊക്കെ പഠിക്കുക. അങ്ങപ്പോ നല്ല മിടുക്കനായിട്ട് സ്കൂളിന്റെ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ട് വരണം. സ്കൂളിന്റെ മാത്രമല്ല, ഇപ്പൊ സ്കൂളിന്റെ അഭിമാനം, പിന്നെ നാടിന്റെ അഭിമാനം, പിന്നെ നമ്മുടെ ലോകത്തിന്റെ അഭിമാനം കേട്ടോ. അപ്പൊ അങ്ങനെ വളർന്ന് വലിയൊരു മുട്ടൊരു മനുഷ്യനായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.